കുഷ്ഠരോഗബാധിതർക്കായി ആലപ്പുഴ നൂറനാട് സ്ഥാപിച്ച ലെപ്രസി സാനിറ്റോറിയം ശോചനീയ അവസ്ഥയിലായി എന്ന വാർത്ത. കുഷ്ഠരോഗബാധിതർ താമസിക്കുന്ന വാർഡുകൾ ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാറായ നിലയിലാണ്. 80ഓളം അന്തേവാസികൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ചരിത്ര പ്രാധാന്യമുള്ള നിർമ്മിതി കാട് കയറി നശിക്കുന്നതിനെതിരെ പ്രതിഷേധവും ശക്തമാണ്. 1934 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ സ്ഥാപിച്ച ലെപ്രസി സാനിറ്റോറിയം രാജഭരണകാലത്ത് കുഷ്ഠരോഗം വലിയ തോതിൽ വ്യാപിച്ചു. ചികിത്സ ദുഷ്കരമായി. രോഗം ബാധിച്ചവരെ സമൂഹം ഒറ്റപ്പെടുത്തിയ കാലം. ഒടുവിൽ രാജാവ് ഒരു തീരുമാനമെടുത്തു. നൂറനാട് 155 ഏക്കറിൽ കുഷ്ഠരോഗികളെ പാർപ്പിക്കാൻ ലെപ്രസി സാനിറ്റോറിയം. അക്കാലത്ത് കുഷ്ഠരോഗം ബാധിച്ചവരുടെ ഗ്രാമമായിരുന്നു സാനിറ്റോറിയം. കൃഷിയും സിനിമാ കൊട്ടകയും ആരാധനാലയങ്ങളുമൊക്കെ അടങ്ങിയ ഗ്രാമം. പിൽക്കാലത്ത് തോപ്പിൽ ബാസിക്ക് ഒളിയിടവുമായി ഇവിടം. പതിറ്റാണ്ടുകൾ പിന്നിട്ടു. ലെപ്രസി സാനിറ്റോറിയത്തിന് മാറ്റമേതുമില്ല. ഇന്നും കുഷ്ഠരോഗബാധിതർ താമസിക്കുന്നു. പറയാനൊക്കാത്ത ഒരു സാഹചര്യം ആണ് ഇവിടെ ഇപ്പം ഈ സൂപ്രണ്ട് വന്ന കാലം മുതൽ. അങ്ങോട്ടൊന്നും പറയാൻ ഒക്കത്തില്ല. ആ സൂപ്രണ്ട് എടുക്കുക. സൂപ്രണ്ട് പറയും ഞാൻ പറയുന്നത് കേട്ടാൽ മതി, ഇങ്ങോട്ടൊന്നും പറയണ്ട. പറയുന്നത് മാത്രം കേട്ട ഇങ്ങനെ എത്ര നാൾ. ജീവിതത്തിൻ്റെ നല്ല കാലമൊക്കെ എന്നോ നഷ്ടപ്പെട്ടു പോയവർ, യൗവനവും വാർദ്ധക്യവുമൊക്കെ രോഗത്തിൻ്റെ കാട് പിടിച്ച മനസ്സുമായി ജീവിക്കേണ്ടി വന്നവർ. അവസാന കാലമെങ്കിലും നല്ല ജീവിതം ഇവരുടെ അവകാശമാണ്. നൂറനാട് നിന്ന ഷിബിൻ ബഷീറിനൊപ്പം അശ്വിൻ പാലാഴി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.